നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, നിങ്ങൾ ഈ വിദേശ വാർത്തകൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാർത്തകളും കൈകാര്യം ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. എന്താണ് ട്രംപിന്റെ പുതിയ ഡെവലപ്മെന്റ്? എന്താണ് പുതിയ പ്രഖ്യാപനം? എന്താണ് പുതിയ അവസ്ഥ? ട്രംപ് ഏതായാലും തൽക്കാലത്തേക്ക് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളുടെ മേലുള്ള തീരുവ ഒരു തൽക്കാലത്തേക്ക് പിൻവലിച്ചു എന്ന് പറയാം. ചൈനയുടെ മേൽ മാത്രം 120% നികുതി ഇപ്പോഴും അവിടെ തീരുവ ഏർപ്പെടുത്തി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് അവിടെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നുണ്ട്. ആണവ നിരായുധീകരണം സംബന്ധിച്ച് യുദ്ധം ചർച്ച ശനിയാഴ്ച നടക്കുന്നുണ്ട് ഒമാനിൽ വെച്ച്. പക്ഷേ അതിന് മുന്നേ അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ചർച്ചയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യം. അത് ഒരു വശത്ത്. മറ്റൊരു വശത്ത് അദ്ദേഹം ഈ അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 കാര്യത്തിലാണ് ഈ ദിവസം ഒറ്റ ദിവസം ട്രംപ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഈ ട്രംപിന്റെ പ്രവർത്തികളെ സമഗ്രമായി വിലയിരുത്തുമ്പോൾ എനിക്ക് പഴയ ആവേശം ഇപ്പോഴില്ല. അത് ഞാൻ ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമാ നടനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ട്രംപുരാൻ എന്നാണ് പറഞ്ഞത്. ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നിട്ട് ചീറ്റിപ്പോകുന്നു. അതേ അവസ്ഥയാണ് എമ്പുരാൻ്റെ അവസ്ഥയും ട്രംപിൻ്റെ അവസ്ഥയും. ഒരു സിനിമാ നടൻ എന്നോട് ട്രംപുരാൻ എന്നോട് പറഞ്ഞു. അപ്പം ഈ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളൊരു വശത്ത്, അത് അമേരിക്കക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യത അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. ഞാൻ ട്രംപിനെ, നമ്മൾ ഇന്ത്യയുടെ ആംഗിളിലാണെങ്കിൽ നമുക്ക് ആഗ്രഹം, നമുക്കിഷ്ടം സകലരും അങ്ങോട്ട് പൊക്കോട്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റും. അവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ ഇന്ത്യക്കാർ അധികം അനധികൃത കുടിയേറ്റക്കാർ കുറവായിരിക്കും താരതമ്യേന. ഉണ്ടാവും, ഇന്ത്യക്കാരുണ്ടല്ല. അമേരിക്കയിൽ ഇന്ത്യക്കാര് 18 ലക്ഷം പേര് അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ്. ഇന്ത്യക്കാർ അയ്യോ. അതായത് അമേരിക്കയിലെ അനധികൃത കുടിയേറ്റ ഇന്ത്യക്കാരുടേത് വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ 10 വർഷം വരെയൊക്കെ അവർ വിസ കൊടുക്കും, വിസിറ്റിംഗ് വിസ. ഇപ്പം ബ്രിട്ടനിലേക്കാണെങ്കിൽ 6 മാസേ വിസിറ്റ് വിസ കിട്ടും. അത്രേ ഉള്ളൂ. അവർക്കും ഉണ്ട് 5 കൊല്ലം, പക്ഷെ അതൊന്നും കിട്ടത്തില്ല. അമേരിക്ക അങ്ങനെയല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വിസിറ്റ് വിസ കൊടുത്തുകൊണ്ട് 10 വർഷത്തേക്കാണ്. നിങ്ങളിപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വിസിറ്റിംഗ് വിസ അപേക്ഷിച്ച് കഴിഞ്ഞാൽ 10 കൊല്ലത്തേക്ക് വിസ കിട്ടും. ഇടയ്ക്ക് നാട്ടിൽ വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിസിറ്റിംഗ് വിസ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പറയുന്നുണ്ട്, അതിന് വിസ കിട്ടിയാലും പറയുന്നത് 10 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇനി അമേരിക്കയിലേക്ക് വരാം എന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതാണ്. അത്തരത്തിൽ വിസ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പലരും അവിടെ ജോലി ചെയ്യാൻ വരേണ്ടവരല്ല. ഇത് മുഴുവൻ അവിടെ ആരുടെയെങ്കിലും ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഇപ്പം അവിടെ കൊച്ചിൻ്റെ മാമോദീസ, അല്ലെങ്കിൽ ആദി കുർബാന, അല്ലെങ്കിൽ നൂലുകെട്ട്, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ കൊണ്ടുവരുന്നു, ബന്ധുക്കളെ കൊണ്ടുവരുന്നുകൊണ്ട് ഇങ്ങനെ പലരും മുങ്ങിപ്പോവുകയാണ്. ഒന്ന് ഈ കലാകാരന്മാർ ഇത്തരത്തിലോടൊപ്പം കലാകാരന്മാർ മുങ്ങുന്നത് അതിൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഈ കലാകാരന്മാർ മുങ്ങുന്ന പറഞ്ഞാൽ കലാകാരന്മാരല്ല മുങ്ങുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ റിമി ടോമിയും സംഘവും കൂടെ പോകുന്നു, വിസ കിട്ടും, ആൾ പോകും. ഈ സംഘത്തിൻ്റെ അകത്ത് ഒരുപാട് പേര് കാണും. ഞാൻ റിമി ടോമിയുടെ അടുത്ത് മുങ്ങി നല്ല പറഞ്ഞു, ഉദാഹരണം പറഞ്ഞത്, അല്ലെ നമ്മുടെ സുഹൃത്ത് പിഷാരടി ആയിക്കോട്ടെ. അപ്പോൾ ഒരു സംഘം പോകുമ്പോൾ ഈ സംഘത്തിൻ്റെ അകത്ത് ഒരുപാട് കലാകാരൻ, മൃദംഗം വായിക്കുന്നവൻ, ചെണ്ട കൊട്ടുന്നവനൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 10-30 പേർക്കങ്ങ് വിസ, വലിയ ഗ്രൂപ്പായിരിക്കുമല്ലോ പോകുന്നത്. ഇതിൽ കുറച്ച് പേര് മുങ്ങും. അപ്പോൾ ഇത്തരത്തിൽ മുങ്ങുന്നവരെ, വിസിറ്റിംഗ് വിസ വന്ന് മുങ്ങുന്നവരെ, അങ്ങനെ പലതരത്തിലെത്തുന്ന ആളുകളുണ്ട്. അതുപോലെയാണ് ഈ പഞ്ചാബികൾ അങ്ങനെയല്ല വരുന്നത്. പഞ്ചാബികൾ മെക്സിക്കോയിൽ ചെന്നിട്ട് അപ്പം അങ്ങനെ ധാരാളം പേർ അവരുടെ കാലം. പിന്നെ അതുപോലെ ഓരോ ഘട്ടത്തിലെത്തിയിട്ട് പോകാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പലരും, അവിടെ നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം കാശുള്ളവന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഡ്രൈവറെ വെക്കാം, 2 വേലക്കാരെ വെക്കാം. അവിടെ താമസിക്കുന്ന ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു ഡ്രൈവറെ വെക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമല്ല. ഒരു 15 രൂപ കൊടുത്താൽ ഒരു ഡ്രൈവറെ വെക്കാം. വീട്ടു ജോലിക്ക് 8 രൂപ 10 രൂപ കൊടുത്താൽ ഒരാൾ വീട്ടു ജോലിക്കും. ഇത് ഇവിടെ ഇടത്തരം ആളുകൾ പോലും ഇത് രണ്ടും ചെയ്യും. വീട്ടു ജോലിക്ക് ആളെ വെക്കും, ഡ്രൈവറെ ആളെ വെക്കും. പക്ഷേ അമേരിക്കയിലോ ബ്രിട്ടനിലോ പോയി നമുക്ക് നടക്കത്തില്ല. കാരണം അവിടെ മിനിമം വേജ് എന്ന് പറയുന്ന നിർബന്ധിതം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മിനിമം വേജ് കൊടുക്കേണ്ടത് കൊണ്ട് ഒരിക്കലും ഒരു ഡ്രൈവറെ വെക്കാനോ സാധ്യമല്ല. അവർക്കാണ് കൂടുതൽ ശമ്പളം, വീട്ടുകാരൊക്കെ കൂടുക. അപ്പോൾ ഇവരെന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വിസിറ്റ് വിസയിലൊക്കെ ഇവിടുത്തെ നാട്ടിലെ ഏതെങ്കിലും പാവങ്ങളെ ഇവർ ബന്ധുവാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ വീട്ടിൽ പണിയെടുപ്പിക്കും. അപ്പം ഈ നാട്ടിൽ അവർ കൊടുക്കുന്നത് ഒരു പക്ഷേ 50,000 രൂപയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ശമ്പളമാണ്. നാട്ടിലവർ ഇവിടെ പോയാലും 15,000 രൂപ കിട്ടേണ്ടടുത്ത് 50,000 രൂപ കിട്ടും. പക്ഷേ അമേരിക്കയിൽ നിയമവിരുദ്ധമാണ്. ഒന്ന്, അവർക്ക് വിസ ജോലി ചെയ്യാൻ അനുമതിയില്ല. 2, അവർക്ക് അത്രയും രൂപ അല്ല കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ മൂത്ത മകൻ അവൻ 18 വയസ്സ് പൂർത്തിയായി അവിടെ 1 കൊല്ലം അവനൊരു ഗ്യാപ്പ് എടുത്തിട്ട് ജോലിക്ക് പോയി.
അവന് ഒരു മണിക്കൂറിന് കിട്ടിക്കൊണ്ടിരുന്ന 12 പൗണ്ടാണ്. എന്ന് എത്ര രൂപ ഒരു ഇന്ത്യൻ രൂപ? 1200, 1300 ഒരു മണിക്കൂറിന്. ഒരു മണിക്കൂറിന്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത് 1300. അവനെ സംബന്ധിച്ച് അവന് 12 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്താൽ അവന് ഒരു ദിവസം കിട്ടുന്നത് 15,000 രൂപയാണ്. ഒറ്റ ദിവസം, ഒരു ദിവസം പണിയെടുത്താൽ കിട്ടുന്നത്. അത് കൊടുത്തേ മതിയോ? അവൻ അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ല, അവൻ ഏതെങ്കിലും ടാലൻറ്റഡ് ജോബുള്ള അവനൊരു എന്താ പറഞ്ഞത്, ഇവിടുത്തെ പോലെ ഒരു നമ്മളവിടെ പോയിട്ട് ഒന്നുമല്ല, അവനൊരു ഫാക്ടറിയിലാണ് പണിയെടുക്കാൻ പോയത്. വിദ്യാർത്ഥിയായിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. അതെ, അപ്പോൾ അവനൊരു ഫാക്ടറിയിലാണ് പണിയെടുക്കുന്നത്. ഈ ഫാക്ടറിയിൽ പണിയെടുത്താലും അവിടെ മിനിമം വേജ് ഉണ്ട്. ഇപ്പോൾ 12 പൗണ്ട് 47 പെൻസും കണ്ടാണ്. നിർബന്ധമായും ഒരു മണിക്കൂറിന് 12 പൗണ്ട് 47 പെൻസ് കൊടുത്തേ മതിയാവും. ഇത് കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടെ അർഹതപ്പെട്ട ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ അനധികൃത കുടിയേറ്റമാണ്. ഇതെല്ലാം. അപ്പം ഇങ്ങനെ നിയമവിരുദ്ധമായി അവിടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അനധികൃതമായ അപ്പം CBP എന്ന് പറഞ്ഞ ആപ്പ് തുറന്നു. നേരത്തെ ബൈഡൻ കൊണ്ടുവന്നത്, കയറി പറ്റാനുള്ള. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? CBP ആപ്പിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ CBP ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ CBP ആപ്പിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും 2 കൊല്ലത്തേക്ക് അവിടെ നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് എന്ന് വേണേൽ പറയാം. 2023 കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ നിയമവിരുദ്ധമായി എത്തിയവർക്കെല്ലാം 2 കൊല്ലം ജോലി ചെയ്യാൻ അനുവാദം കിട്ടി. ഇവർ തന്നെ 9,35,000 പേരുണ്ടെന്ന് പറഞ്ഞു. 10 ലക്ഷം തന്നെ പറയാം. 10 ലക്ഷം എന്ന് പറഞ്ഞു. ഇവരോട് പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ പോകാൻ പറഞ്ഞിരിക്കുന്നത്? ഈ CBP ആ ആപ്പിലൂടെ തന്നെ സ്വയം നാട് കടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതിന് സർക്കാരിനൊരു ബാധ്യതയില്ല. ഇനി പോയില്ലെങ്കിലോ? അതാണ് ഞാൻ ഞെട്ടലോടെ കണ്ടത്. അവർ പോയില്ലെങ്കിൽ $1,000 പെർ ഡേ. $1,000 എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 85,000 രൂപ ഒരു ദിവസം. ഓരെ രക്ഷപ്പെടാതെ വേറെ ഒരു പോകാൻ വഴിയില്ല. ഇല്ലെങ്കിൽ പിടിച്ച് ജയിലിലിടും. അപ്പം ഇത് നമ്മുടെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ ശരിയല്ല എന്ന് പറയാം. ട്രംപ് ഭയങ്കര മോശം കാണിക്കുന്നു, മനുഷ്യത്വമില്ല, മനുഷ്യാവകാശമില്ല. പക്ഷേ അമേരിക്കയുടെ ആംഗിളിൽ നോക്കിയാൽ, അമേരിക്കൻ ജനതയുടെ ആംഗിളിൽ നോക്കിയാൽ, ട്രംപ് ആ രാജ്യത്ത് അവർക്ക് ആവശ്യമില്ലാത്ത ഒരു പൗരനെത്തിയാൽ അയാളെ നാട് കടത്തുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രംപിൻ്റെ കുടിയേറ്റ നിയമങ്ങൾ ട്രംപിനുണ്ടാക്കി കൊടുക്കുന്ന സൽപ്പേരുണ്ട് ആ രാജ്യത്ത്. വിദേശത്തൊക്കെയാണ് നമ്മൾ കൈ കെട്ടിയേ, കാല് കെട്ടിയേ, ചങ്ങല കെട്ടിയേ എന്നുള്ള പരാതി വരുന്നത്. പക്ഷെ അമേരിക്കൻ ജനതയുടെ ഇടയിൽ ട്രംപിന് ഇപ്പോഴും വിപണി മൂല്യമുണ്ട്. ട്രംപ് ഇപ്പോഴും അവിടുത്തെ ജനപ്രിയനായ നേതാവാണ്. അതിൻ്റെ കാരണം ഇത്തരം നയങ്ങളാണ്. മാത്രമേ വെനിസ്വേല പോലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തനി ക്രിമിനൽസ് എന്നല്ലേ പറഞ്ഞത്. ആളുകളെ കൊന്നവർ, കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തവർ ഉൾപ്പെടെയുള്ള വലിയ ശതമാനം ആളുണ്ടെന്നാണ് എല്ലാം തിരിച്ചയച്ചു. അതൊക്കെ പിന്നെ ഈ ജനറലി ട്രംപിനൊരു ഡയലോഗ് ഉണ്ടല്ലോ, പുള്ളി പൊളിറ്റിക്കലി കറക്റ്റില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഈ തനി ക്രിമിനൽ അവിടെ എത്തിയേ? ഞാൻ പറഞ്ഞ എല്ലായിടത്തും, ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്ന കുറേ പേരും ക്രിമിനലുകളാണ്. ഇപ്പോൾ ഈ അഫ്ഗാനിൽ നിന്നും സിറിയയിൽ നിന്നും വരുന്ന പലരും അവിടെ പോയി ബോംബ് പൊട്ടിക്കാൻ നോക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മറ്റേ ഈ എല്ലാ മുസ്ലിമുകളും മോശക്കാരെന്ന് ആളുകളില്ലേ, ഇത്തരത്തിലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ UNAയുടെ പ്രോഗ്രാമിന് പോയായിരുന്നല്ലോ കൊച്ചിയിൽ, വലിയൊരു സ്റ്റേഡിയത്തിലാണ്. അപ്പം എനിക്ക് അത്ഭുതം തോന്നി. ഒരു വാർത്തയും ഒരിടത്തും UNAയുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വന്നിട്ടില്ല. ഒരിടത്തും വന്നിട്ടില്ല. അവർ പോലും ഇത് പബ്ലിസിറ്റി കൊടുക്കുന്നത് അതിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ജാസ്മിൻ ഷാ നിങ്ങളിങ്ങനെ എന്നോട് നേരത്തെ പറഞ്ഞത് പ്രോഗ്രാമാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ 100,000 നൂലാമാലകൾ വെച്ചിരിക്കുകയാണ് പെർമിഷൻ തരാൻ. അപ്പോൾ ഇത് 10 പേര് അറിഞ്ഞാൽ ആ പെർമിഷൻ റദ്ദാക്കപ്പെടും. ഈ ഉദാഹരണം അവർ പറഞ്ഞൊരു കാര്യം, ഈ സ്റ്റേഡിയത്തിൻ്റെ സേഫ്റ്റി ചെക്കിംഗ് ഉണ്ട്. ഉമാ തോമസിൻ്റെ സംഭവം. ഈ സേഫ്റ്റി ചെക്കിംഗ് നടത്തേണ്ടത് എന്താണെന്നറിയാമോ? 4 ദിവസം മുമ്പാണ്. ഈ 4 ദിവസം മുമ്പ് പന്തൽ കിട്ടിയാലേ സേഫ്റ്റി ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 ദിവസം മുമ്പ് പന്തൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? 4 ദിവസം വാടക കൊടുക്കണ്ടേ? 38,000 രൂപയാണ് പന്തൽ പണിക്കാർക്ക്. പന്തൽ പണിക്കാരുടെ പോയി അല്ലെന്നേ, ഈ പണിക്കൂലി സംസ്ഥാന സർക്കാർ നഗരസഭയിൽ നിന്നാണ് സ്ഥലം എടുക്കുന്നത്. ഈ നഗരസഭയിൽ ഒരു ദിവസത്തെ വാടക 38,000 രൂപയാണ്. ഒരു ദിവസത്തെ വാടക. അപ്പോൾ ഇവർ 4 ദിവസം മുമ്പ് ഇത് പണം 4 ദിവസം വാടക കൊടുക്കണ്ടേ? മാത്രം 4 ദിവസം മുമ്പ് പണി ആരംഭിച്ചാൽ ഇത് തീരേ ഉള്ളൂ. സ്ഥലവും ആലോചിച്ച് നോക്കി എത്ര ലക്ഷം രൂപ കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ ഇവരിട്ട് കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ട് ഫൈനൽ പെർമിഷൻ കിട്ടുന്നത് വരെ 100,000 നൂലാമാലകളാണ് കിട്ടുന്നവർ മിണ്ടായിരിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തത് പൊളിഞ്ഞു പോകത്തില്ലേ? തലേ ദിവസം ആരും പറഞ്ഞിട്ടില്ല എന്ന് അവർ തലേ ദിവസം അവർ പത്രസമ്മേളനത്തിനിതപ്പം നിഷേധിച്ചു. കൊച്ചി എറണാകുളം പ്രസ് ക്ലബ്ബ് ഒരു പത്രസമ്മേളനം നടത്തിയില്ല. കാരണം എന്താ? ഉദ്ഘാടനം ചെയ്യുന്ന ഷാജൻ സ്കറിയാണ്. അതുകൊണ്ടാണ്
എറണാകുളം പ്രസ് ക്ലബ്ബുകാരെ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. അതൊരു പുതിയ വാർത്തയാണല്ലോ. എറണാകുളം പ്രസ് ക്ലബ്ബ് സമ്മതിച്ചില്ല, ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒറ്റ പത്രക്കാരങ്ങനെ തിരിഞ്ഞ് നോക്കിയില്ല കേട്ടോ. പക്ഷേ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പ്രത്യേക കോച്ച് ബസ് എടുത്തിട്ട് ഒരു 5000 നേഴ്സുമാരോടെത്തി. 5000 സംഘടനാ ബലമാണ് അത് കാണിക്കുന്നത്. സംഘടനാ ബലമാണ്. പത്രങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ലെങ്കിലും സംഘടനയ്ക്ക് അവർക്ക് പ്രവർത്തിക്കാൻ. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ അതേക്കുറിച്ച് പ്രസംഗം നടത്തി, 1.5 മണിക്കൂർ എൻ്റെ പ്രസംഗം കൊണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ കേൾക്കാൻ പോയില്ല. അതിൻ്റെ തമ്പ് മറുനാടൻ ഷാജിനെ മറുനാടൻ ഷാജിനെ സുഡാപ്പികൾ വിലക്കെടുത്തു. എല്ലാം അങ്ങനെയാണല്ലോ. അതായത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരു നഴ്സ് മുസ്ലിം ആയതുകൊണ്ട് അയാൾ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഒരു സംഘടന ഒരു ജിഹാദി സുഡാപ്പി പ്രസ്ഥാനമാണെന്നും അതിൽ പങ്കെടുത്തതു എന്നതുകൊണ്ട് എന്നെ സുഡാപ്പികൾ വിലക്കെടുത്തെന്നും പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം. ഞാൻ ഇവിടെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ കൂട്ടത്തോടുകൂടി വന്ന് വെട്ടുക്കിളി ആക്രമണം നടത്തുകയും എന്നെ മുസ്ലിം വിരുദ്ധൻ, വർഗീയവാദി, കൊടുംവിഷം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട വർഗീയ മൗലികവാദികളുടെ കൂട്ടമാണ്. ആ കൂട്ടം എന്നെ വിലക്കെടുത്തു എന്ന് പറയാണ്. എന്തുകൊണ്ടാണ്? ജാസ്മിൻ ഷായുടെ പരിപാടി. അയാൾ മുസ്ലിമായി. ഒരു ഈ സംഘടനയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ക്രൈസ്തവരായിരിക്കും. ഒരു പക്ഷേ എന്നല്ല, ആണ് ഏറ്റവും ക്രിസ്ത്യൻ സ്ത്രീകളാണ്. കാരണം ഏറ്റവും നേഴ്സുമാരായിരിക്കുന്നത് ക്രിസ്ത്യൻ. പണ്ട് പോലെ അങ്ങനെയാണല്ലോ ആണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ജാസ്മിൻ ഷായാണ് ഇവരെ കോർഡിനേറ്റ് ചെയ്തത്. ജാസ്മിൻ ഷായാണ് ഇവർക്ക് ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഇപ്പോഴും ജാസ്മിൻ ഷാ അവരുടെ പ്രസിഡൻ്റായിട്ട് പോകുന്നു. ജനങ്ങൾക്ക് എതിർപ്പില്ല, നേഴ്സുമാർക്ക് എതിർപ്പില്ല. ബാക്കി നേതാക്കന്മാരെല്ലാം ക്രിസ്ത്യാനികളിലെ ഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു വിശ്വാസമുള്ള. എനിവേ, അപ്പോൾ ഈ ഒരു വശത്ത് ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നത് ട്രംപിൻ്റെ ഈ കുടിയേറ്റ വിരുദ്ധ നിലപാട് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പതിവില്ലാത്തതാണ്. കാരണം നമ്മുടെ കാര്യം ബൈഡനാണ് ഈ ആപ്പ് കൊണ്ടുവന്ന്, CBP ആപ്പ് കൊണ്ടുവന്ന്. ഈ ബൈഡൻ ഈ ആപ്പ് കൊണ്ടുവന്ന് അവിടെ ഉള്ളവരെ അനധികൃതമായി അവിടെ കേട്ട ഒരു കാര്യമില്ലല്ലോ. ഇതൊരു പഴയ രീതിയാണ്. അമേരിക്കയിൽ ആർക്കും വരാം, ആർക്കും ജീവിക്കാം, ആർക്കും ജോലി ചെയ്യാം. നിങ്ങൾക്ക് ബ്ലാക്ക് എക്കണോമിയുടെ ശരിക്കും പറഞ്ഞ ഒരു ഇരുണ്ട എക്കണോമി പുറകിലുണ്ട്. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ. അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല. ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റേഷനുകളുണ്ട്. ഈ ഗ്യാസ് സ്റ്റേഷനുകൾ, റെസ്റ്റോറൻറ്റ്, ഇവിടെ എല്ലാം പണിയെടുക്കുന്ന വലിയൊരു വിഭാഗം ഇങ്ങനെ വിസ ഇല്ലാത്തവരാണ്. ഈ വിസ ഇല്ലാത്തവർക്ക് കൈ കാശ് കൊടുക്കും. ഈ കൈ കാശ് കൊടുത്താലുള്ള ഗുണം അവർ അക്കൗണ്ടബിൾ അല്ല. ഈ കാശ് കിട്ടുന്നവന് പോക്കറ്റിൽ കിടക്കുക, അവൻ ടാക്സ് അടയ്ക്കേണ്ട. 2, ഈ സർക്കാരിനൊരു പൈസയും കിട്ടുന്നില്ല. ഈ ബിസിനസ് സംരംഭം ഈ പണം മുഴുവൻ ബ്ലാക്കിലോട്ട് തീർക്കുന്നവർ സർക്കാരിന് ടാക്സ് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ സമാന്തര സമ്പദ് വ്യവസ്ഥയെ പൊളിച്ച് വളരെ കൃത്യമായി അയാൾ അക്കൗണ്ടബിൾ ആക്കി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് അമേരിക്കക്കാർക്കിടയിലേക്ക്. പക്ഷേ അമേരിക്കയിലെ പല സ്ഥാപനങ്ങളും ജീവനക്കാരില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്നും പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇത്തരത്തിലെ ആളുകൾ കൂട്ടത്തോടെ പോകുമ്പോൾ രാജ്മോഹൻ, അതിൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിസന്ധി. ഇപ്പം നമ്മൾ GST തുടങ്ങിയപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, നോട്ട് നിരോധിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നമുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ സമാന്തര സമ്പദ് വ്യവസ്ഥകൾ തകർത്ത് മാത്രമേ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിയായിക്കോളും. അങ്ങനെ ആളില്ലാതെ വരുന്ന പ്രശ്നമില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് ആളില്ല. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപേക്ഷ കൊടുത്തു തുടങ്ങും. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കുറച്ച് ലിബറലൈസ് ചെയ്യും. പാർട്ട് ടൈം ജോലി ഇതൊക്കെ. അപ്പോൾ ആളുകൾക്കെല്ലാം പാർട്ട് ടൈം ജോലി ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ലിബറലൈസ് ചെയ്താൽ സ്റ്റുഡൻറ്റ് വിസ വരുന്നവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത്. അതുകൊണ്ട് ഇതൊക്കെ താൽക്കാലിക പ്രതിസന്ധിയാണ്. ആ താൽക്കാലിക പ്രതിസന്ധി ഇപ്പോൾ കോവിഡ് വന്നപ്പം 1 കൊല്ലം മുഴുവൻ എല്ലാവരും അടച്ചിട്ടില്ലേ, ലോകം മുഴുവൻ അടഞ്ഞു കിടന്നില്ലേ. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ അനിയിൽ. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ താരിഫ് വാർ, അതിനൊരു അപ്ഡേറ്റ് എന്ന് പറയാം, വിശദാംശങ്ങൾ. താരിഫ് വാറിൽ ഇപ്പോൾ ഇന്ത്യക്ക് 26% എന്താണ് ട്രംപ് ഇങ്ങനെ, എന്താണ് അതിൽ കാരണം പറയുന്നത്? ട്രംപ് പറയുന്ന ഒരു ന്യായം, ഇത്രയും കാലം എല്ലാവരും ചേർന്ന് ഞങ്ങളെ മുതലെടുക്കുകയായിരുന്നു എന്നാണ്. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ താരിഫ് കൊണ്ടുവന്നതെന്നാണ്. ഇത്രയും കാലം അമേരിക്കൻ ജനത ചെലവിലാണ് മറ്റുള്ള എല്ലാവരും പൈസ ഉണ്ടാക്കിയത്, നമ്മളെ ഒരു മുതലെടുക്കുകയായിരുന്നു. എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ താരിഫ് ഏർപ്പെടുത്തുന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം. ആ ഒരു വിശദീകരണം തന്നെ ശരിയല്ല. ലോകത്തുള്ള ഈ ലോക വ്യാപാര സംഘടന എന്താ, WTO, ഓർഗനൈസേഷൻ, പിന്നെ ഗാട്ട്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും തരാതര രൂപം കൊണ്ടതും ആഗോള സംഘടനയായി മാറിയതുമൊക്കെ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ യഥാർത്ഥ കാരണം ഈ നമ്മളൊരു വലിയ ഗൂഢാലോചന ഇന്ത്യക്കെതിരെയും
ചൈനയ്ക്കെതിരെയും ഇപ്പോഴൊരു നമ്മുടെ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു ആവശ്യവും ജനസംഖ്യ നിയന്ത്രിക്കണമെന്നതാണ്. ഓർമ്മയുണ്ടല്ലോ, ജനസംഖ്യയാണ് കുഴപ്പം, ജനസംഖ്യ കുഴപ്പമാണെന്നൊരു തോന്നൽ നമ്മുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് ഈ സഞ്ജയ് ഗാന്ധി നിർബന്ധിത വന്ധ്യംകരണം നടത്തി. ഒരു രക്ഷയില്ലായിരുന്നില്ല. വളരെ ഉത്തരേന്ത്യയിൽ ഒരു ക്രൂരമായ രീതിയിലാണ് അവർ പെരുമാറുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ഇതൊരു ഗൂഢാലോചനയായിരുന്നു. കാരണം ജനസംഖ്യ ആണ് വാസ്തവത്തിൽ വളരെ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവറാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജനസംഖ്യയ്ക്ക് പട്ടിണി ഇല്ലാതെ അവരെ കൊണ്ടുപോകാൻ പറ്റണം, അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം, അതായത് യൂസ്ഫുൾ മാൻ പവറായി മാറണം. ഈ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു പ്രവണത എന്ന് പറയുന്നത് ആളുകൾ മക്കളുണ്ടാക്കിച്ച് നിർത്തിയായിരുന്നു. കല്യാണം കഴിക്കുന്നത് നിന്നു, കുട്ടികളുണ്ടാവുന്നത് നിന്നു, അങ്ങനെ ഡിക്ലൈനാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 70 മുതൽ തുടങ്ങിയ 70-കളിലായിരുന്നു ഇത് ഏറ്റവും അധികം രൂക്ഷമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരുടെ ഒരു എന്താ പറയുക ഹിപ്പി കൾച്ചറൊക്കെ അവിടെ വളർന്നു വരുന്നു. ഈ മറ്റേ വേറെ ആളുകളുണ്ടല്ലോ, എന്താണ് ഒരു ഹിപ്പി, വേറെ ഒരു മറ്റേ പലതരത്തിലുള്ള ആളുകൾ. അപ്പോൾ ഈ ഒരു ഹിപ്പി വലിയൊരു തലമുറ. അപ്പോൾ വിവാഹം ഇല്ലാതാവുന്നു, കുടുംബം ഇല്ലാതാവുന്നു. ഇങ്ങനെ ജനസംഖ്യ താഴോട്ട് പോകുമ്പോൾ ഇവർ നേരിട്ടൊരു ഭീഷണി, ഇവർക്ക് മാൻ പവർ ഇല്ലാതെ വരും. സ്വാഭാവികമാണല്ലോ, അവിടെ ജോലിയാളുണ്ട്. അപ്പം ഇന്ത്യയിലും ചൈനയിലും മാൻ പവർ കൂടി വന്നാൽ ഈ രാജ്യങ്ങൾ ഇവരെ അധീശത്ത് നടത്താനുള്ള കഴിവുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് സംഘടിതമായി നമ്മുടെ രാജ്യത്തിന് മേലെ അടിച്ചേൽപ്പിച്ചതാണ് വാസ്തവത്തിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത്. തെറ്റായ ഒരു സങ്കല്പമായി നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നൊക്കെ കൊണ്ടുവന്നിരിക്കുക. ഒന്നാക്കി ചൈന ഒന്നാക്കി. ഇന്ന് ചൈന ഇപ്പം വിഷമിക്കുക. ഈ ചൈന ഒന്നാക്കിയതിൻ്റെ വലിയ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോയി. അവിടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞാക്കിയ സമയത്ത് രണ്ടാമതൊരു കുഞ്ഞുണ്ടായിപ്പോയി, എന്ത് ചെയ്യും, കൊല്ലാൻ പറ്റുമോ? അപ്പം ബ്ലാക്ക് മാർക്കറ്റിൽ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാഫിയകൾ വളർന്നു ചൈനയിലുണ്ടായി. ഭയങ്കര മാഫിയ. കാരണം ഞാൻ ചോദിക്കട്ടെ, ചൈനയിലെ നിയമം ഒന്ന് ഒരു കൊച്ചെന്നുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. 2 കൊച്ചുണ്ടായി. നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ കൊച്ചുണ്ടാവുന്ന പലപ്പോഴും. കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇവർ ഭാര്യ ചിലപ്പം മിണ്ടത്തില്ല, ഭാര്യയ്ക്ക് 2ാമത് കൊച്ചു വേണം, ഭാര്യ ഭർത്താവിനോട് പറയത്തില്ല, വയറ് വീർത്ത് കഴിയുമ്പോഴായിരിക്കും പറയുന്നത്. അപ്പോൾ സർക്കാർ അറിയാതെ, സംവിധാനം അറിയാതെ പ്രസവിക്കണം. ആ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് യാതൊരു ആനുകൂല്യം കിട്ടത്തില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞിൻ്റെ ആശുപത്രി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് പിന്നെ അപ്പോൾ പിന്നെ അടുത്ത പിള്ളേരില്ലാത്തവരുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള സാങ്കേതിക പ്രശ്നം, ബ്ലാക്ക് മാർക്കറ്റ് കുഞ്ഞുങ്ങൾ നിയമപരമായ അല്ലാതെ അങ്ങനെ ഒരു തലമുറ തന്നെ അവിടെ വളർന്നു വന്നു. അപ്പം ഞാൻ പറഞ്ഞ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇപ്പം മദ്യം നിരോധിക്കുമ്പോൾ ചാരായം വരത്തില്ലേ, ഏത് സംവിധാനം ഉണ്ടായാലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ രൂപം ഇതെല്ലാം രൂപപ്പെട്ട് ഇതിനെയൊക്കെ അതിജീവിച്ച് ചൈന ഇന്ത്യ ഒരുമിച്ച് വളർന്നു. ഇത്തരത്തിലുള്ള അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെപ്പോഴും അവരുടെ ഉൽപ്പാദനം ലോകത്ത് മുഴുവൻ എത്തിക്കാനുള്ള സമ്പ്രദായമായിട്ടുള്ള നിയമങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത്. പക്ഷേ ഇന്ത്യയും ചൈനയും വളർന്നതോടെ അവരുടെ കമ്പനികൾ, അമേരിക്കയിലെ തന്നെ കമ്പനികളാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികൾ, ഈ കമ്പനികൾ അവരെക്കാൾ കുറഞ്ഞ മനുഷ്യശേഷി വേണ്ട രാജ്യങ്ങളായി ഇന്ത്യയിലും ചൈനയിലും വന്ന് അവരുടെ ഉൽപ്പാദനം ഉണ്ടാക്കും. ഇപ്പം ഉദാഹരണത്തിന് ആപ്പിൾ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡാണ്. ഈ ആപ്പിളിൻ്റെ 80% ഉൽപ്പാദനവും നടക്കുന്നത് ചൈനയിലാണ്, 10-15% ഇന്ത്യയിലാണ്, ഒരു ബാക്കി 5-6% വിയറ്റ്നാമിലാണ്. അപ്പം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊടുക്കുവാണ്. വാഹനങ്ങളും അങ്ങനെയാണല്ലോ, ഓട്ടോമൊബൈൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ വരുന്നതോടുകൂടി ഈ ഒരു അന്തരീക്ഷം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം ട്രംപ് പറയുന്നത് കള്ളത്തരമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അമേരിക്കയെ ചൂഷണം ചെയ്യുന്നു പറഞ്ഞ ഉദാഹരണത്തിന് ഇന്ത്യക്ക് 26% ഏർപ്പെടുത്തി. അതിന് അമേരിക്ക പറഞ്ഞ ന്യായം 52% അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയുടെ ശരാശരി ഇറക്കുമതി ചുങ്കം എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. 13.68 കണ്ടാണ് ഇന്ത്യയുടെ ചുങ്കം. അത് എങ്ങനെയാണ് 52% എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ താരിഫ് രാജാവാണെന്ന് അതൊക്കെ തെറ്റാണ്. ആ കൺസെപ്റ്റ് തെറ്റാണ്. 2, ഒരു രാജ്യം ഒരു ഉൽപ്പന്നത്തിന് ടാക്സ് ഏർപ്പെടുത്തുന്നത് പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പം എനിക്ക് വിചിത്രമായൊരു സംഗതിയുണ്ട്. ഇപ്പം എനിക്കിതുവരെ പിടിയിട്ടാത്തൊരു കാര്യം എന്നാണെന്നറിയോ, ഇതുവരെ നമ്മുടെ രാജ്യത്തെ താരിഫിൽ എന്തുകൊണ്ടാണ് വിദേശ കാറുകൾ ഇവിടെ 100-150% ടാക്സ് ഇന്ത്യയിൽ. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഇറക്കുമതി. അത് നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്തെ വരുമാനം എത്രയാണ്, ശരാശരി വരുമാനം എന്ന് പറയുന്നത് ഇപ്പോഴും 300-400 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത്. ഈ ഒരു നമ്മുടെ നാട്ടിലെ പോലെ 800-1000 ഒന്നും കിട്ടുന്ന ഒരു സ്റ്റേറ്റുമില്ല. ഇനി 1000 രൂപയാണെന്ന് കരുതുക നമ്മുടെ ഒരു ശരാശരി വരുമാനം. അപ്പോൾ പോലും ഒരാളുടെ വരുമാനം 25,000 രൂപയുടെ ഒരു മാസത്തെ അത്ര ഇല്ല കേട്ടോ, അതിൻ്റെ പകുതിയില്ല.
ഇനി 25,000 രൂപ വരുമാനം എന്ന് കരുത്. 25,000 രൂപ എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ അല്ലെ 3 ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ വരുമാനം, വാർഷിക വരുമാനം. ഇതാണ് നമ്മുടെ രാജ്യത്ത്. പക്ഷെ നമ്മുടെ ഒരു കാറിൻ്റെ വില, ഉദാഹരണത്തിന് ഫോർച്യൂണർ, ഇപ്പോഴത്തെ ഫോർച്യൂണർ അല്ലെങ്കിൽ കിയ അല്ല മറ്റേ കാർണിവൽ, മുഖ്യമന്ത്രിയുടെ കാർണിവൽ, ഈ 2 വണ്ടി ഇപ്പം മേടിക്കണമെങ്കിൽ 65 ലക്ഷം രൂപ കൊടുക്കണം. കാർണിവൽ 65 ലക്ഷം, മറ്റേതും ഫോർച്യൂണറും 65 ലക്ഷം രൂപ കൊടുക്കണം. എന്നാൽ അമേരിക്കയിൽ പോയി നമുക്ക് അമേരിക്കയിൽ അല്ലെ ബ്രിട്ടനിലെ കഥ എടുക്കുക. ബ്രിട്ടനിൽ പോയി നമുക്ക് 65 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു റേഞ്ച് റോവർ ഡിഫൻഡർ വാങ്ങാം. അവരുടെ വരുമാനം ഒരു മണിക്കൂറിന് 12,200 രൂപ, നമുക്ക് ഒരു ദിവസം നമുക്ക് 300 രൂപ. ആ ഒരു മണിക്കൂറിന് 1,200 രൂപയുള്ള രാജ്യത്ത് ഒരു വണ്ടിയുടെ വില 65 ലക്ഷം രൂപ. ഒരു ദിവസത്തിന് 300 രൂപയുള്ള ഈ രാജ്യത്ത് ഒരു വണ്ടിയുടെ 65 ലക്ഷം രൂപ. ഇവിടെ ഇതൊരു വല്ലാത്ത വ്യത്യാസം. ഇതിൻ്റെ കാരണം ഇവിടുത്തെ ടാക്സ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന BMW-നാണെങ്കിലും മെർസിഡസിനാണെങ്കിലും റേഞ്ച് റോവറിനാണെങ്കിലും അവിടെ കൊടുക്കുന്ന അതേ വിലയ്ക്ക് ഇവിടെ കാർ കൊടുക്കാൻ പറ്റും. പക്ഷേ വിചിത്രമായ ചില നിയമങ്ങൾ അതിൻ്റെ ഗുണം ഉണ്ടാക്കുന്ന ആരാണെന്നറിയോ? ഉദാഹരണത്തിന് ഇന്നോവ എന്ന് പറയുന്ന കാർ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കാറാണ്. ഈ ഇന്നോവ എന്ന കാറിന് 11 ലക്ഷത്തിനും 13 ലക്ഷത്തിനും ഇടയിൽ മാത്രമായിരുന്നു 10-15 കൊല്ലം മുമ്പത്തെ വില എന്ന് പറയുന്നത്. നല്ല ലാഭത്തിൽ അവർ ഓടിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെന്ത് ചെയ്തു? ഈ ഇന്നോവ ക്രിസ്റ്റ റീബ്രാൻഡ് ചെയ്തു. അതിൻ്റെ എൻജിൻ സൈസിൽ മാറ്റം വന്നിട്ടില്ല, അതിൻ്റെ കപ്പാസിറ്റിയിൽ മാറ്റം വന്നിട്ടില്ല, ആകെ ഡിസൈനിൽ മാറ്റം വന്നു. കുറച്ച് ഗ്രില്ല് ഫ്രണ്ട് കുറച്ച് മാറ്റിയത് തന്നെ. അതിൻ്റെ വില 23 ലക്ഷമായി. അതായത് ഇരട്ടി കൂടി. ഇപ്പോൾ വേറൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട് ഇന്നോവയുടെ തന്നെ. അപ്പോൾ ഇവരുടെ ലാഭം എന്തരെയാണ്? ഒരു കാറിൽ നിന്ന് 11-നും 13-നും ഇടയിൽ വില കൊടുക്കുന്നത് 23-25 ലക്ഷത്തിലേക്ക് ഒരു കാറ് അടിസ്ഥാനപരമായി മാറ്റില്ല. അതിൻ്റെ ഈ ഇൻഫ്ലേഷൻ വഴി 2-3 ലക്ഷം കൂടിയെന്ന് വെച്ചോളൂ. പക്ഷേ ഒരു കാറിന് കിട്ടുന്ന ലാഭം എന്തരെയാണ്? ഒരു കാറിന് കിട്ടുന്ന ലാഭം 8-10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ കാർ വിപണിയെ നമുക്ക് വേണ്ടതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ ഇറക്കുമതിയിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ചുങ്കമാണ്. ഇപ്പം BMW-നും മെഴ്സിഡസിനും അല്ലെങ്കിൽ ടെസ്ലയ്ക്കുമൊക്കെ ഇവിടെ സാധാരണ ഉൽപ്പന്നങ്ങൾക്കുള്ള മിനിമം ചുങ്കം ഉള്ളെങ്കിൽ ഈ കാർ വിപണിയുടെ ഭയങ്കരമായിട്ട് കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചർച്ചയ്ക്കിടെ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ പിന്നെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം ഈ പറയുന്ന അസാധാരണമായ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ലോക വിപണി വീണുപോയി. ശ്രദ്ധിച്ചില്ല? വീണ് കഴിഞ്ഞല്ലോ. ഇന്നിപ്പം ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. ശരിക്കും ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് 60,000 65,000 വരുന്നിട്ടുണ്ട്. സ്വർണ്ണ വില കൂടി, എല്ലാം ഇന്നൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചത് അന്തം വിട്ട അവസ്ഥയല്ലേ. എല്ലാ രാജ്യങ്ങളും ഞെട്ടിപ്പോയില്ലേ ഇത്രയും വിപണി ഇടിക്കുക എന്ന് പറയുമ്പോൾ? രാജ്മോഹൻ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പരസ്പരം സഹകരിച്ച് മാത്രമേ ലോകത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചാൽ ആ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ട്. അത് ലോക സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകരും. പലരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയിൽ നിർമ്മിക്കുന്ന പല കാറുകളുടെയും ടെസ്ല ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്ടിൽ വരുന്ന ജപ്പാനിൽ നിന്നും തൈവാനിൽ നിന്നൊക്കെയാണ്. എല്ലാത്തിൻ്റെയും. അതെ, ഞാൻ പറഞ്ഞില്ല, ഈ ഐഫോൺ എന്ന് പറയുന്ന സാധനം അമേരിക്ക ഒന്നും ചെയ്യുന്നില്ല. അമേരിക്കൻ കമ്പനിയാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കുന്നതും അസംബിൾ ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ വിദേശത്തു നിന്നാണ്. അപ്പം ഈ സാധനത്തിന് ഇതിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ലോക വിപണിയുടെ ആത്മവിശ്വാസം. ട്രംപിനെ കൊണ്ടുവന്നതും ട്രംപിന് കൂടെ നിന്നതും ട്രംപ് പ്രഖ്യാപിച്ച മസ്ക് പിടിവിട്ടു. മസ്കിന് ഒരു ദിവസം എത്ര ബില്യൺ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മസ്ക് പോലും കൈ ഒഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പിന്നെ ട്രംപിന്റെ വ്യവസായ ഉപദേഷ്ടാവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ച കാർ മേക്കർ എന്നല്ല, കാർ അസംബ്ലർ എന്നാണ്. അയാൾ മറ്റേ പൊട്ടനാണ് ഉപദേശിച്ച് ട്രംപിനെ വഴിയിട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ലോകം പരസ്പരം സഹകരിച്ചു പോകേണ്ട ഒന്നാണ്. ലോകത്ത് ആരെങ്കിലും ഒരാൾ മറ്റുള്ളവരുടെ മേലെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് തിരിച്ചടി ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ചൈനയെ കാണേണ്ടത്. ഇപ്പം ബാക്കി ഇന്ത്യ മിണ്ടിട്ടില്ല. നമ്മുടേത് 26% നമ്മുടെ ടാക്സ് ഏർപ്പെടുത്തിയെങ്കിൽ ഇപ്പം തൽക്കാലം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും വ്യാപാരം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ചൈന പക്ഷെ തിരിച്ചടിച്ചു, അവർക്ക് കൂട്ടിക്കൊടുത്തു, അവരുടെ വീണ്ടും 120% പക്ഷേ ഇവിടെ നമ്മൾ സംഭവിക്കാൻ പോകുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത് 2-3 കാര്യം. ഒന്ന്, ട്രംപ് ഇത്രയും ബഹളം വെച്ച സാധനം അങ്ങേക്ക് 3 മാസത്തേക്ക് അങ്ങ് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് തന്നെ അങ്ങേരുടെ ഭാഗത്തുണ്ട് വീഴ്ചയാണ്. പക്ഷെ ചൈനയോട് മല്ലിട്ടുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ചൈനയുടെ നട്ടെൽ ഊരും. കാരണം നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണും. ഒന്ന്, ചൈന ഇത്രയും വളർന്നത് അവരുടെ ഒരു ഉരുക്ക് മുഷ്ടിയുള്ള ഭരണകൂടം
നല്ല ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ അമേരിക്കയേക്കാൾ സാങ്കേതികമായി മികവ് ഇപ്പോൾ ചൈനയ്ക്കാണ്. ചൈന പല നഗരങ്ങളും അമേരിക്കൻ നഗരങ്ങളെക്കാളും ഡെവലപ്ഡ് ആണെന്നാണ് പറയുന്നത്. നഗരങ്ങൾ വളരെതാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ നല്ലതാണ്, മനുഷ്യവിഭവശേഷി ട്രെയിൻഡാണ്. അപ്പം ചൈന ഒരു മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഒഴിച്ചാൽ ഒരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ ഒരു മാതൃകയാണ് ചൈന. വ്യക്തി സ്വാതന്ത്ര്യം ഒഴിച്ചാൽ പൗരന്മാർക്ക് ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല. അല്ല, അതിനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ വലിയ സംവിധാനം, ഈ ഒരു ഫെസിലിറ്റിയിലാണ് ചൈന വളർന്നത്. അതായത് ലോകത്തുള്ള എല്ലാ മാനുഫാക്ചേഴ്സും ചൈനയെ അവരുടെ മാനുഫാക്ചറിങ് സെൻ്ററാക്കി മാറ്റി. അപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ 2-3 ഒന്ന്, ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പാദന ചെലവ് കുറച്ച് ലാഭം കൂട്ടാൻ പറ്റി. ഞാൻ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കാർ അസംബ്ലി. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലാഭം കൂടി, അതിൻ്റെ ഗുണം രാജ്യങ്ങൾക്കുണ്ടായി. ചൈനയിൽ തൊഴിൽ കൂടി. ടെസ്ലയ്ക്ക് ചൈനയിൽ യൂണിറ്റ് ഉണ്ടല്ലോ. അല്ല, ചൈനയ്ക്ക് തൊഴിൽ കൂടി. കാരണം ഈ പറയുന്ന നമ്മുടെ ഈ ഐഫോണിൻ്റെ ഒരു കുറച്ച് പാക്കേജിൻ്റെ കരാർ ടാറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ചെന്നൈയിലെ ഹൊസൂറിൽ ഒരു ഫാക്ടറി ഉണ്ട്, ഈ കർണാടക അതിർത്തിയുള്ള ഹൊസൂറിൽ, തമിഴ്നാട്ടിൽ ഹൊസൂറിൽ ഒരു കുറച്ച് പാക്കേജ്. അവിടെ എത്ര റിക്രൂട്ട് ചെയ്തത്? 25,000 പേരെയാണ് ടാറ്റ റിക്രൂട്ട് ചെയ്തത്. ഈ കോൺട്രാക്ട് ഏതാണെന്നറിയോ? ഫൈനൽ, അതായത് എല്ലാം കഴിഞ്ഞ് പാക്കിംഗ് ഉണ്ടല്ലോ, ഈ പാക്കിംഗ് ആണ് കിട്ടിയത്. അപ്പം കിട്ടിയതാണ് 25,000 പേരെ തൊഴിലാണ് കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യത ഉണ്ടാവുകയും അവിടെ വരുമാനം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം വളർന്നത്. അനേകം പേർക്ക് തൊഴിൽ കിട്ടുന്നു. ഇത് വരുമാനം എത്ര കൂടുതലാണ്, നമ്മുടെ ഇവിടെ കൊടുക്കുന്ന രൂപയല്ല അവിടെ കിട്ടുന്നത്. അപ്പം ചൈന നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ഈ ട്രംപ് ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഈ ടാക്സ് ഏർപ്പെടുത്തുകയും ചൈനയ്ക്ക് സാധനം കൊടുക്കാനും ഈ തൊഴിലവസരങ്ങളെല്ലാം ഇല്ലാതാവും. ഉദാഹരണത്തിന് ആപ്പിളിന് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ ചൈനയുടെ അടിത്തറ ഇളകുന്ന തരത്തിലേക്ക് ഇത് മാറാം. അപ്പം ഒരു പക്ഷേ ചൈനയെ പിടിച്ചു കുലുക്കാനും ചൈനയുടെ വികസനം മുഴുവൻ മുരടിപ്പിക്കാനും തരത്തിലേക്ക് ഇവർക്ക് കഴിഞ്ഞെന്ന് വരാം ഒരു വശത്ത്. അതുകൊണ്ട് ചൈനയുടെ അടിവേര് മാന്താനുള്ള ഒരു തീരുമാനമായി ഇത് മാറും. കാരണം ലോകം മുഴുവൻ രാജ്യങ്ങളും ചൈനയെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇതിന് പകരം ചൈനയ്ക്ക് പകരം നിൽക്കാനുള്ള ഒരു ശേഷി മറ്റേതെങ്കിലും രാജ്യത്തിനുണ്ടോ? ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ആ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ ആ കച്ചവടത്തെ ബാധിക്കും. ആരാണ്? അവരെ ബാധിക്കും. അമേരിക്കയിലെ കമ്പനിയെ ബാധിക്കും. എന്ന് മാത്രമല്ല, അമേരിക്കയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ഈ ചൈനയിൽ നിന്ന് കയറ്റിവിടുന്ന വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ്. ഇതില്ലാതെ വരുമ്പോൾ, അപ്പോൾ ഉദാഹരണത്തിന് ഞാനിന്ന് വാർത്ത വായിച്ച്, ഐഫോണിൻ്റെ വില 1000 പൗണ്ട് എന്നുള്ളത്, ബ്രിട്ടീഷ് പൗണ്ട് എന്നുള്ളത് 1500 പൗണ്ടായി മാറുമെന്ന്. ഈ ടാക്സ് വർദ്ധിക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് അതായത് 50% വില കൂടുതലുണ്ടാവും. ഇത് കാറിനുണ്ടാവാം. 25% കാറുകൾക്കെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടാക്സ്. കാറിന് വില എല്ലാ മെർസഡസ് ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ബുദ്ധിമുട്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കമ്പനികളെയും ബാധിക്കും, അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കും, അമേരിക്കയുടെ വരുമാനത്തെ ബാധിക്കും. അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടറിയേണ്ടത് ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് ആരാണ് എന്നത് വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ ചൈന ഇതോടെ തീർന്നു പോകാം. കാരണം ചൈന അമേരിക്ക പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ടാക്സ് ഏർപ്പെടുത്തുന്നതോടുകൂടി ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം. പക്ഷേ ചൈന ബുദ്ധിമാന്മാരാണ്. അവർക്ക് പുതിയ വിപണി അവർ കണ്ടെത്തും. അവർ യൂറോപ്പുമായിട്ട്, കാരണം യൂറോപ്പും അമേരിക്ക തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. യൂറോപ്പിൻ്റെ ഇപ്പോഴത്തെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റവും അധികം വാഹനങ്ങൾ നിർമ്മിക്കുന്ന അവരാണല്ലോ. അപ്പോൾ അവർ യൂറോപ്പുമായിട്ടുള്ള ധാരണയെത്തി അവർക്ക് ഒരുപക്ഷെ നമ്മൾ പോലും, ഇന്ത്യ പോലും ചൈനയായിട്ട് ഇത്തരത്തിൽ വ്യാപാര ബന്ധമുണ്ട്, പിടിച്ചു നിന്ന് വരാം. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും. അമേരിക്കയിലെ ജീവിത ചെലവ് കൂടുകയും അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില ഉയരുകയും ചെയ്യുമ്പോൾ അമേരിക്കക്കാരെ തനി നിറം പുറത്തു വരും. ട്രംപിന് അത് പണിയായി തീരാം. ഇതൊരു വല്ലാത്തൊരു, ആര് തീർക്കും? ട്രംപിനെ ലോകം തീർക്കുമോ അതോ ട്രംപ് ചൈനയെ തീർക്കുമോ എന്നുള്ളതൊക്കെ ഈ ട്രംപിൻ്റെ അനുയായികൾ തമ്മിലടി ആരംഭിച്ചു ഈ പറഞ്ഞതുപോലെ. അല്ല, അത് ഞാൻ പറഞ്ഞത് പരസ്പര സഹകരണത്തിലല്ലാതെ ലോകത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ പുതിയ പുതിയ രാജ്യങ്ങൾ വളർന്നു വരികയും അവരുടെ സമ്പദ് വ്യവസ്ഥ വളരുകയും ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു മുൻകൈ രൂപപ്പെടും. ഈ മുൻകൈയെ സഹകരിക്കാൻ ഉപയോഗിക്കുന്നതല്ലാതെ, ഇപ്പം ഇസ്രായേലിനോട് പോലും നെതന്യാഹു നേരിട്ട് ഉടച്ചെന്ന് പറഞ്ഞു, അതൊന്ന് കുറച്ച് തരണമെന്ന്. പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആളൊക്കെ തന്നെയാണ്, പക്ഷേ പൈസ കുറയ്ക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ അവസ്ഥ അതാണ്. കാനഡ എത്രയോ ദീർഘകാലമായി ബന്ധമുള്ള രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ നാറ്റോയുടെ ഭാഗമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളോട് കാട്ടുന്നത് ഇത് ലോങ് ടേമിൽ അമേരിക്ക ദുർബലപ്പെടുത്താനുള്ള സാധ്യത വളരെ ശക്തമാണ്. അപ്പം ഞാൻ പറയുന്നത്, ട്രംപിൻ്റെ എടുത്തു ചാടിയുള്ള ഈ നീക്കം അത്
ചിലപ്പോൾ ദോഷം ചെയ്യാം. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക്, വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് രാജ്യം പോകുന്നത്. 3 മാസത്തേക്ക് നിർത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 3 മാസത്തേക്ക് നിർത്തി എന്നത് ശാശ്വതമായ നിർത്തലല്ല. മാത്രമല്ല പല ട്രംപിൻ്റെ തീരുമാനങ്ങളിലും കോടതി ഇടപെട്ടിട്ടുണ്ട്. പല തീരുമാനങ്ങളും കോടതി തടഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ അത് ഈ ടാരിഫ് അടക്കമുള്ള കാര്യങ്ങളൊന്നും താരിഫ് കോടതി തടഞ്ഞിട്ടുണ്ട്. കോടതിക്ക് അത് ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. അവർ ഈ ഇമിഗ്രേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്, ഈ മനുഷ്യാവകാശ നിയമങ്ങൾ വരുന്നതുകൊണ്ടാണ്. എന്തായാലും ട്രംപിൻ്റെ ഈ അതിരുകവിഞ്ഞ ഇടപെടലും അതിരുകവിഞ്ഞ ആവേശവും അത് ലോകത്തിന് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ട്രേഡ് യുദ്ധം. ഈ ചൈനയുടെ മേൽ 125% നികുതി ഏർപ്പെടുത്തിയ ദിവസം തന്നെയാണ് അദ്ദേഹം ഇറാൻ്റെ നേരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ ചർച്ചയ്ക്ക് വരുന്നുണ്ട്, ശനിയാഴ്ച ഞങ്ങൾ ചർച്ച നടത്തും, ചർച്ചയിൽ നിങ്ങൾ എന്തെങ്കിലും വിരുദ്ധ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുന്നു. അതിന് നല്ല കയ്യടി കിട്ടും. കാരണം ഈ ഇറാനെ ഒതുക്കുക എന്നുള്ളത് അമേരിക്കയുടെയോ മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളെ സൗദി അറേബ്യയുടെയും UAEയുടെയും പോലും ആഗ്രഹമാണ്. ഇറാനെ ഒതുക്കാൻ സാധിച്ചാൽ ട്രംപിന് ഗുണം ചെയ്യും. വ്യാപാര യുദ്ധം, താരിഫ് യുദ്ധം, കാര്യം അടിത്തറ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു കണ്ടിട്ടുണ്ട്. എന്തായാലും കുടിയേറ്റ നിയമം അവരുടെ ആഭ്യന്തരമായിട്ട് പിന്തുണയുണ്ടാകും. ഇറാന് മേലുള്ള യുദ്ധപ്രഖ്യാപനം ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണയുണ്ടാക്കും. പക്ഷേ ഈ താരിഫ് യുദ്ധത്തിലൂടെ സൗഹൃദ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ഈ കുഴപ്പം അത് അമേരിക്കയ്ക്കും തിരിച്ചടിയാവും, ലോകത്തിനും തിരിച്ചടിയാവും. എന്തായാലും ട്രംപ് എന്താണ് ചെയ്യുന്നത്, എടുത്തു ചാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ഗുണമുണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാത്തിരുന്ന് കാണാം. നന്ദി. നമസ്കാരം.